നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മരണത്തിൽ 24-നോട് നിർണായക വെളിപ്പെടുത്തലുമായി കേസിലെ മുഖ്യപ്രതിയായ നൌഷാദ്. ഹേമചന്ദ്രന്റെ മൃതദേഹം പഞ്ചസാരയിട്ടും പെട്രോൾ ഒഴിച്ചുമാണ് തമിഴ്നാട്ടിൽ കുഴിച്ചിട്ടതെന്നാണ് നൌഷാദിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ ഹേമചന്ദ്രന്റേത് ആത്മഹത്യ എന്ന നൌഷാദിന്റെ വാദം അന്വേഷണ സംഘം തള്ളുകയാണ്. 24 എക്സ്ക്ലൂസീവ്. ഹേമചന്ദ്രന്റെ മരണത്തിൽ മുഖ്യപ്രതിയായ നൌഷാദ് നിലവിൽ സൗദിയിലാണ്. ഇയാളെ നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘം ശ്രമം തുടരുന്നതിനിടെയാണ് 24-നോടുള്ള വെളിപ്പെടുത്തൽ. പണം ഇരട്ടിപ്പിച്ച് നൽകാൻ താനും കേസിലെ മറ്റൊരു പ്രതിയായ ജ്യോതിഷും ഹേമചന്ദ്രന് പണം നൽകിയിരുന്നു. ഇത് തിരികെ നൽകാത്തതിനെ തുടർന്നാണ് ഹേമചന്ദ്രനെ സുൽത്താൻ ബത്തേരിയിൽ എത്തിച്ചത്. ഇതിനായി കണ്ണൂർ സ്വദേശിനിയുടെ സഹായം തേടി. എന്നാൽ വിൽപ്പനയ്ക്കായി തന്നെ ഏൽപ്പിച്ച വീട്ടിൽ ഹേമചന്ദ്രൻ തൂങ്ങി മരിച്ചു. ഈ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. അയാൾ മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നത്. അല്ലെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയപ്പോൾ പോകാമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചത്. സുഹൃത്ത് പറഞ്ഞു കൊണ്ടുപോയി കുഴിച്ചിട്ട് അല്ലാതെ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ്. ഇക്കാര്യം പുറത്തറിയുമോ എന്ന ഭയമുണ്ടായി. ബത്തേരി സ്വദേശിയായ സുഹൃത്തിന്റെ ഉപദേശപ്രകാരമാണ് മൃതദേഹം തമിഴ്നാട്ടിൽ കുഴിച്ചിടാൻ തീരുമാനിച്ചത്. പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയല്ല ചെയ്തത്. ഞങ്ങൾ എന്ത് ചെയ്തു, ചതുപ്പ് കുഴിച്ചിട്ട് പെട്രോൾ ഒഴിച്ച് മുഖത്ത് പെട്രോൾ ഒഴിച്ച് എന്നിട്ട് കുറച്ച് തീയിട്ടിട്ട് അതിന്റെ മോൾ കൂടെ ഞങ്ങൾ മൊത്തം പഞ്ചസാര വിതറി എന്നിട്ടാണ് കുഴിച്ചിട്ടത്. വിസ കാലാവധി തീർന്ന സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരുമെന്നും നൌഷാദ്. എന്നാൽ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതല്ലെന്ന നൌഷാദിന്റെ അവകാശവാദം അന്വേഷണ സംഘം തള്ളുകയാണ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. റിയാദിലെ പ്രാദേശിക സംഘടനകളുടെ പൊതുവേദിയായ 4Kയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മലാസിൽ നടന്ന പരിപാടി മുതിർന്ന CPI നേതാവ് സത്യൻ മൊകേരി ഉദ്ഘാടനം ചെയ്തു. ആഗോള ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് മാഫിയകൾ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വലിയ ശൃംഖലകൾ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവേ മുതിർന്ന CPI നേതാവും മുൻ MLAയുമായ സത്യൻ മൊകേരി പറഞ്ഞു. ലഹരി ഉപയോഗത്തിലൂടെ പ്രതികരണശേഷി നഷ്ടപ്പെടുന്ന പുതുതലമുറ ലഹരി മാഫിയയുടെ വളർച്ചയ്ക്ക് സഹായകരമാകും. കുട്ടികളെയും സമൂഹത്തെയും ലഹരി പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ പ്രവാസി സംഘടനകളുടെ ബോധവൽക്കരണ പരിപാടികൾ തുടരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പരിപാടിയിൽ 4K ചെയർമാൻ റഹ്മാൻ മുനമ്പത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ജയൻ കൊടുങ്ങല്ലൂർ ആമുഖ പ്രഭാഷണം നടത്തി. റിയാദിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകരായ ഷിഹാബ് കൊട്ടുകാട്, സലീം കളക്കര, സുരേന്ദ്രൻ കൂട്ടായി, സുധീർ കുമ്മിൽ, നിബു വർഗീസ്, ഷാജഹാൻ ചാവക്കാട്, ഖാൻ പത്തനാപുരം, സാലി ആലുവ, വിനോദ് കൃഷ്ണ, ജോസഫ് അതിരുങ്കൽ, മജീദ് ചെമ്മാട്, സലീം പള്ളിയിൽ, ദേവദാസ് കായംകുളം, സജീർ ഖാൻ ചിത്ര, നൌഷാദ് കോട്ടയം, നൌഷാദ് യാക്കൂബ്, ഷാജഹാൻ മജീദ്, ജാനീസ് എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ ലഹരി നാളത്തെ നാശം എന്ന പേരിൽ 4Kയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 മാസമായി ലഹരിക്കെതിരെ വിവിധ പ്രചാരണ പരിപാടികൾ നടത്തിവരികയാണ്. ഇതിൻ്റെ തുടർച്ചയായി 6 മാസം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രോഗ്രാം കൺവീനർ സെയ്ഫ് കൂട്ടുങ്കൽ സ്വാഗതവും ട്രഷറർ ജിബിൻ സമദ് കൊച്ചി നന്ദിയും പറഞ്ഞു. 24 റിയാദ്. വായനാ ദിനത്തോടനുബന്ധിച്ച് സൗദി മലയാളി സമാജം ദമാം ചാപ്റ്റർ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. ഒപ്പം സാഹിതീയം പുസ്തകാവതരണവും നടത്തി. ദമാം തറവാട് സൗദി മലയാളി സമാജം ദമാം ചാപ്റ്ററാണ് വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ ദിനാചരണവും സാഹിതീയം പുസ്തകാവതരണവും സംഘടിപ്പിച്ചത്. ദമാമിലെ തറവാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി അക്ഷരപ്രേമികളുടെ ഒരു സംഗമവും കൂടിയായി മാറി. മലയാള സാഹിത്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കൃതികളിലൊന്നായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണ എന്ന പുസ്തകമാണ് വായനാ ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെട്ടത്. കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ജീവിതാനുഭവങ്ങളെ കോർത്തിണക്കിയ പുസ്തകം ലളിത ഭാഷയിൽ ഭാവതീവ്രതയോടെ അവതരിപ്പിച്ചത് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ സാജിദ് ആറാട്ടുപുഴയാണ്. തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹൃദയസ്പർശിയായി പങ്കെടുത്തവരുടെ കണ്ണിൽ നനവ് പടർത്തുന്ന നേരെ അനുഭവമായി സാജിദ് ആറാട്ടുപുഴ ചിദംബര സ്മരണ എന്ന പുസ്തകത്തെ അവതരിപ്പിച്ചു. സൗദി മലയാളി സമാജം രക്ഷാധികാരി ജേക്കബ് പുതുപ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ സമാജം ദേശീയ പ്രസിഡന്റ് മാലിക് മഖ്ബൂൽ പുസ്തക ചർച്ച നയിച്ചു. സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഉന്നത പഠനത്തിനായി നാട്ടിലേക്ക് പോകുന്ന ആർദ്ര ഉണ്ണിക്ക് ചടങ്ങിൽ വെച്ച് സമാജത്തിന്റെ ഉപഹാരവും യാത്രയപ്പ് നൽകി.
ബഹ്റൈൻ ഈദ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ സൗദി അറേബ്യയെ പ്രതിനിധീകരിച്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മലയാളി സമാജം നിർവാഹക സമിതി അംഗം ഹുസൈൻ ചെമ്പോലിൽ, എഡ്വിൻ ലാൽ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. അടുത്തിടെ പ്രകാശനം ചെയ്യപ്പെട്ട റിഡബെൻഷ്യ എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരം എഴുതിയ ദുവാ നജം എന്ന സ്കൂൾ വിദ്യാർത്ഥിനിയായ എഴുത്തുകാരിയെയും ചടങ്ങിൽ അഭിനന്ദിച്ചു. മലയാളി സമാജം ഭാരവാഹികളായ ആസിഫ് താനൂർ, ഫബിന നജ്മുസമാൻ, ലീന ഉണ്ണികൃഷ്ണൻ, ബൈജു കുട്ടനാട്, ഷാജു അഞ്ചേരി, റൌഫ് ചാവക്കാട്, ബൈജു രാജ്, ഹമീദ് കണിച്ചാട്ടിൽ, വിനോദ് കുഞ്ഞ്, ബൈജുരാജ്, ഉണ്ണികൃഷ്ണൻ, നിഖിൽ, മുരളീധരൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഡോക്ടർ സിന്ധു ബിനു സ്വാഗതവും മുരളീധരൻ നായർ നന്ദി പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24 ദമാം. ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഐഡിയൽ ഫേസ് 2 പദ്ധതിക്ക് തുടക്കമായി. ക്യാമ്പയിന്റെ ഭാഗമായി തയ്യാറാക്കിയ പ്രത്യേക ബൂത്തിന്റെ ഉദ്ഘാടനം ദുബായ് വിമാനത്താവളത്തിൽ നടന്നു. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ദുബായ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പരിപാടി നടക്കുന്നത്. മാന്യമായ പെരുമാറ്റങ്ങളെയും മനുഷ്യത്വപരമായ ഇടപെടലുകളെയും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടന്ന പരിപാടിയുടെ 2ാം സീസണാണ് ഇത്തവണ നടക്കുന്നത്. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആണ് പദ്ധതി നടപ്പാക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രത്യേക ബൂത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ എത്തി ഓരോരുത്തർക്കും അനുഭവം രേഖപ്പെടുത്താനാകും. GDRFA മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ബൂത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഐഡിയൽ ഫേസ് എന്നത് വെറുമൊരു പേര് മാത്രമല്ല എന്നും ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങളെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. We are for this initiative. We are for the next year, second year now, at Dubai Airport. We would like everyone in United Arab Emirates and the city of Dubai, whom they are living, visitors, tourists, residents, Emiratis, they should be close to us. Close to us means they should participate with us, to share with us. കഴിഞ്ഞ വർഷം നടന്ന ഐഡിയൽ ഫേസ് പദ്ധതിയുടെ ആദ്യ പതിപ്പിൽ 10,000-ലധികം ആളുകളാണ് പങ്കാളികളായത്. ക്യാമ്പയിൻ ഈ മാസം 13-ന് സമാപിക്കും. 24 ദുബായ്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഞ്ചാവുമായി ഇന്ത്യക്കാരൻ പിടിയിലായി. ഒമാനിലേക്ക് 5 കിലോ 300 ഗ്രാം കഞ്ചാവുമായി എത്തിയ ഇന്ത്യക്കാരനാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. യാത്രക്കാരന്റെ ലഗേജിൽ വിവിധ ബാഗുകളിലായി ഒളിപ്പിച്ച കഞ്ചാവാണ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. യാത്രക്കാരനെതിരായ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. ആലപ്പുഴ സ്വദേശി കല്ലുംപുറം വട്ടപ്പണത്തറയിൽ രാഘവന്റെ മകൻ ആശിഷ് രാഘവനാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ഖത്തറിൽ തിരുവനന്തപുരം സ്വദേശി അന്തരിച്ചു. വർക്കല ഇടവ വെങ്കുളം സ്വദേശി വൃന്ദാവനം ഹൗസിൽ ശ്രീനാഥാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. രേണു ശ്രീനാഥാണ് ഭാര്യ. വെൺകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് KMCC ഖത്തർ അൽ ഇഹ്സാൻ മയ്യിത്ത് പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കുവൈറ്റിൽ ഹൃദയാഘാതത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ സ്വദേശി മരിച്ചു. പനങ്ങാട് വീട്ടിൽ പ്രേമൻ വേലായുധനാണ് ജഹറ ആശുപത്രിയിൽ മരിച്ചത്. 56 വയസ്സായിരുന്നു. KDDB കമ്പനിയിൽ വെൽഡറായി ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടി പൂർത്തിയായി വരുന്നതായി കമ്പനി അധികൃതർ അറിയിച്ചു. ഖത്തറിൽ നിലവിലുള്ള 5ാമത്തെ സീരീസ് 1 റിയാൽ ബാങ്ക് നോട്ടുകളിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള പുതിയ കറൻസികൾ ഖത്തർ സെൻട്രൽ ബാങ്ക് പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നം, അറബി അക്കങ്ങൾ, ഇഷ്യൂ തീയതി എന്നിവ ഉൾപ്പെടുത്തിയാണ് പുതിയ 1 റിയാൽ കറൻസികൾ പുറത്തിറക്കുന്നത്. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്ക് അനുസൃതമായാണ് മാറ്റം നടപ്പിലാക്കിയതെന്ന് QCB അറിയിച്ചു. അതേസമയം ഖത്തർ റിയാലിന്റെ 5ാം സീരീസ് മുൻ പതിപ്പ് പ്രചാരത്തിൽ തുടരുമെന്നും മറ്റ് കറൻസികൾക്കും പുതിയ മാറ്റം പിന്നീട് ബാധകമാകുമെന്നും സെൻട്രൽ ബാങ്ക് അറിയിച്ചു. ഖത്തറിലെ അൽ റയാൻ മേഖലയിലെ വാണിജ്യ സമുച്ചയത്തിൽ ചെറിയ തോതിൽ തീപിടുത്തമുണ്ടായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സിവിൽ ഡിഫൻസ് വിഭാഗം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതായും അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. മുഖ്യമന്ത്രിക്ക് പിന്നാലെ
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസനെ തള്ളി CPIM മന്ത്രിമാരും. മന്ത്രിമാർക്ക് ഭീഷണിയുടെ സ്വരമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. എന്നാൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഡോക്ടർ ഹാരിസ് ഹസനെ പിന്തുണച്ചു. എല്ലാ വാതിലുകളും അടഞ്ഞപ്പോഴാണ് തനിക്ക് പ്രൊഫഷണൽ സൂയിസൈഡ് വേണ്ടി വന്നതെന്ന് ഹാരിസ് ഹസനും പ്രതികരിച്ചു. സത്യസന്ധൻ, ചേർത്തു നിർത്തും എന്നൊക്കെയായിരുന്നു ഡോക്ടർ ഹാരിസ് ഹസനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. എന്നാൽ സർക്കാരിനെ വെട്ടിലാക്കിയ വിവാദത്തിൽ ഡോക്ടറെ വിമർശിച്ച് മുഖ്യമന്ത്രി ഇന്നലെ രംഗത്തെത്തി. പിന്നാലെ ഡോക്ടറെ വിമർശിച്ച് CPIMും മന്ത്രിമാരും രംഗത്ത്. ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതിപക്ഷത്തിന് ആയുധം നൽകിയെന്നാണ് കുറ്റപ്പെടുത്തൽ. എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ പറയുക? എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് സമരം നടത്തുക. രാജ്യത്തിന് മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് ആരോഗ്യമേഖല നടത്തുന്നത്. അതാർക്ക് നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ പ്രതിപക്ഷത്തിന് പടി കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച ഡോക്ടറുടെ നടപടി അങ്ങേയറ്റം ഖേദകരമാണെന്നാണ് പറയാനുള്ളത്. എന്നാൽ ഡോക്ടറെ പിന്തുണച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഡോക്ടർ പറഞ്ഞതിൽ പ്രശ്നമില്ല. ആ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും കുനിഷ്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യങ്ങൾ നേരെയാകണം എന്നുള്ള ഉദ്ദേശശുദ്ധിയ മാത്രമായിരിക്കാം ഡോക്ടർ ഹാരിസിനെ നയിച്ചതെന്നാണ് കാണേണ്ടത്. എന്നാൽ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഡോക്ടർ ഹാരിസ് ഹസൻ. ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മുമ്പിലൊന്നും വഴിയെ കൊട്ടിയടയ്ക്കുമ്പോഴാണല്ലോ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഈ പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. മന്ത്രിസഭയെയോ ആരോഗ്യവകുപ്പ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെയോ ഇവരെയൊന്നും ആരോഗ്യ വകുപ്പിനെയോ ഒന്നും ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇന്നും ബ്യൂറോക്രസിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഡോക്ടർക്കെതിരായ വിമർശനത്തിൽ ഭീഷണിയുടെ സ്വരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞതല്ല പിന്നീട് പറഞ്ഞത്, പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവരുടെ ഇപ്പോൾ സംസാരിക്കുന്നതിന് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. ഒരു സത്യം തുറന്നു പറഞ്ഞതിന് ഇപ്പോൾ പ്ലെയിനിൽ കൊണ്ടുവന്നല്ലോ സാധനം ആ ഡിപ്പാർട്ട്മെന്റിലെങ്കിലും. അപ്പോൾ അദ്ദേഹം സത്യമാണ് തുറന്നു പറഞ്ഞതെന്ന് വ്യക്തമാണല്ലോ. അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ്. സത്യം പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് BJP കുറ്റപ്പെടുത്തി. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി പ്രതികരണത്തിന് തയ്യാറായില്ല. 24 തിരുവനന്തപുരം. ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷണം നടത്തിയ 4 അംഗ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഉപകരണങ്ങളും മരുന്നും വാങ്ങുന്ന കാര്യത്തിലടക്കം മാറ്റങ്ങൾ ഉണ്ടാവണമെന്നാണ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. DME നാളെ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്കെതിരെ നടപടിയുമായി VC. രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്തു. VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഡോക്ടർ മോഹൻ കുന്നുമലിന്റെ നടപടിക്കെതിരെ നിയമപോരാട്ടം നടത്തുമെന്ന് രജിസ്ട്രാർ പ്രതികരിച്ചു. ഭാരതാംബ ചിത്രവിവാദത്തിൽ ഗവർണറെ പ്രീതിപ്പെടുത്താൻ അസാധാരണ നടപടിയുമായി കേരള സർവകലാശാല VC മോഹനൻ കുന്നുമേൽ. സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ അന്വേഷണ വിധേയമായി VC സസ്പെൻഡ് ചെയ്തു. രജിസ്ട്രാർ ഗവർണറോട് അനാദരവ് കാട്ടിയെന്നും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചതായും ബോധ്യപ്പെട്ടെന്ന് സസ്പെൻഷൻ ഉത്തരവിലുണ്ട്. യൂണിവേഴ്സിറ്റി നിയമപ്രകാരമുള്ള VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് അന്വേഷണ വിധേയമായിട്ടുള്ള സസ്പെൻഷൻ. നിയമപരമായി നേരിടുമെന്ന് രജിസ്ട്രാർ KS അനിൽകുമാർ. ഇത് ഇപ്പോൾ ഈ ഒരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. സർവകലാശാലയുടെ എൻ്റെ നിയമനാധികാരി സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് ഞാൻ സർവകലാശാല രജിസ്ട്രാറായി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ നിയമപരമായി അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും. ഡോക്ടർ മോഹനൻ കുന്നുമേലിൻ്റേത് അധികാര ദുർവിനിയോഗമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കേരള സർവകലാശാലയുടെ ആക്റ്റും നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് യാതൊരു കാരണവശാലും അദ്ദേഹത്തിന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല. രജിസ്ട്രാറുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ്. മോഹനൻ കുന്നുമേൽ റഷ്യൻ സന്ദർശനത്തിനായി അവധിയിൽ പോയതിനാൽ കേരള സർവകലാശാല VCയുടെ അധിക ചുമതല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC ഡോക്ടർ സിസ തോമസിന് നൽകി. ഈ മാസം 8-ാം തീയതി വരെയാണ് അധിക ചുമതല. 24 തിരുവനന്തപുരം. സംസ്ഥാന കോൺഗ്രസിൽ ഖദറും കളറുമായി ഗ്രൂപ്പ് പോര്. ന്യൂജൻ നേതാക്കൾ കളർ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനെതിരെ രംഗത്തെത്തിയത് അജയ് തറയിലാണ്. ഇതിന് പിന്നാലെ കളർ വസ്ത്രങ്ങളെ പിന്തുണച്ച് ന്യൂജൻ നേതാക്കളും രംഗത്തെത്തി. ഖദറിട്ട കോൺഗ്രസുകാർ എന്നത് പഴങ്കഥയാവുന്നതിന്റെ സൂചനയാണ് ന്യൂജൻ നേതാക്കൾ നൽകുന്നത്. കളർഫുൾ വസ്ത്രങ്ങളാണ് പുതിയ കാല നേതാക്കളുടെ ട്രേഡ് മാർക്ക്. കഞ്ഞിയിൽ മുക്കിയതും പിഞ്ചിക്കീറിയതുമായ ഖദർ വസ്ത്രങ്ങൾ പഴയകാല പടക്കുതിരകൾക്ക് മാത്രമായി പരിമിതപ്പെട്ടു.
ഒടുവിൽ യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ഖദർധാരികൾ കുറഞ്ഞതോടെയാണ് നടന്നു വന്ന വഴി ഓർമ്മിപ്പിച്ച് അജയ് തറയിൽ രംഗത്തെത്തിയത്. കോൺഗ്രസിനകത്തെ യുവതലമുറ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടേതായ കുറെ വസ്ത്രങ്ങൾ, കളർഫുൾ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഖദറിട്ട ആളുകൾക്ക് അത് വലിയ ക്ഷീണമുണ്ടാക്കുന്ന രീതിയിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയും. ഖദറിന് വേണ്ടി അജയ് തറയിൽ വാദിച്ചപ്പോൾ കളറിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ച് യുവനേതാക്കളുടെ ഊഴമായി. എങ്ങനെയാണോ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മഹാഭൂരിപക്ഷം ആളുകളും വസ്ത്രധാരണം നടത്തുന്നത്, ആ രീതിയിൽ തന്നെയുള്ള വസ്ത്രധാരണമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പുതിയ തലമുറയൊക്കെ അവരിൽ ഒരാളായി മാറാനായിട്ട് നമുക്ക് നല്ലത് ഇതുപോലുള്ള വസ്ത്രങ്ങളാണെന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കളർ ഗ്രൂപ്പുകാരനായപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഖദർ പക്ഷക്കാരനായി. വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല. സ്വാതന്ത്ര്യ സമരമൊന്നും നടക്കുന്നതല്ല. അത് അന്നത്തെ കാലത്തിൽ ഒരു പ്രതീകമായിട്ടാണ് ഖദർ ധരിക്കുന്നത്. അവരൊക്കെ യൂത്തിൻ്റെതായ രൂപത്തിൽ തന്നെ കുറച്ചും കൂടി അവർക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അവർ പോകുന്നു. നല്ല വസ്ത്രധാരണമൊക്കെയാണ്. കോൺഗ്രസിലെ പോര് കളറായപ്പോൾ മന്ത്രി P രാജീവും പക്ഷം ചേർന്നു. കൊച്ചി പഴയ കൊച്ചിയല്ല എന്നതുപോലൊരു നിലപാടാണ് മന്ത്രിക്ക്. കളറായാലും ഖദറായാലും ജനങ്ങൾക്കൊന്നുമില്ല. എന്നാൽ നേതാക്കൾ ഖദറും കളറുമായി ചേരിതിരിയുകയാണ്. സലിം മാലിക്, 24, തിരുവനന്തപുരം. സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ റിലീസ് തടഞ്ഞ സെൻസർ ബോർഡ് നടപടിയിൽ സിനിമ കണ്ടു തന്നെ തീരുമാനമെടുക്കുവാൻ ഹൈക്കോടതി ഇറങ്ങുന്നു. ഒപ്പം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ജസ്റ്റിസ് N നഗരേഷ് കക്ഷികൾക്കൊപ്പം സിനിമ കാണുകയാണ്. സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും മാറ്റാതെ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന സെൻസർ ബോർഡ് തീരുമാനത്തിനെതിരെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ അസാധാരണ നീക്കം. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കക്ഷികൾക്കൊപ്പം ജസ്റ്റിസ് N നഗരേഷ് സിനിമ കാണും. പാലാരിവട്ടം ലാൽ മീഡിയ സ്റ്റുഡിയോയിൽ കോടതിക്ക് സിനിമ കാണാൻ സൗകര്യമൊരുക്കുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. എന്ത് സാഹചര്യത്തിലാണ് ജാനകി എന്ന പേര് മാറ്റാൻ നിർദ്ദേശിച്ചതെന്ന് വ്യക്തമായി അറിയിക്കണമെന്ന് സെൻസർ ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം ഇന്ന് സെൻസർ ബോർഡ് അറിയിച്ചില്ല. ഇതോടെ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് ഹർജിക്കാർ വാദിച്ചു. തുടർന്നാണ് സിനിമ കാണാൻ കോടതി തീരുമാനിച്ചത്. കോടതി നടപടിയെ സംവിധായകൻ പ്രവീൺ നാരായണൻ സ്വാഗതം ചെയ്തു. ഒരുപാട് കലാകാരന്മാരുടെ സ്വപ്നമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. കൂടാതെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഈ സിനിമയിൽ ഇറങ്ങിക്കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ബുധനാഴ്ച പോലും ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത വെള്ളിയാഴ്ച സിനിമ റിലീസ് ചെയ്യാൻ സാധ്യമായ കാര്യമല്ല. കാരണം ഇത്രയേറെ തിയേറ്ററുകൾ, നമ്മൾ ക്യൂബ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊവൈഡേഴ്സിനും കണ്ടന്റ് ലോഡ് ചെയ്യുക. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഒരു 17-ാം തീയതി റിലീസിങ് സാധ്യമാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. ശനിയാഴ്ച കോടതി സിനിമ കണ്ട് ബുധനാഴ്ച നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ച വിഷയം കോടതി വീണ്ടും പരിഗണിക്കും. CBFCക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് അഭിനവ് ചന്ദ്രചൂഡ് സിനിമ മുംബൈയിൽ വെച്ച് കാണാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. എന്നാൽ കൊച്ചിയിൽ വന്ന് സിനിമ കാണണമെന്ന് കോടതി മറുപടി നൽകി. 24, കൊച്ചി. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതിലെ പ്രതികരണത്തിൽ വിശദീകരണവുമായി P ജയരാജൻ. തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുവെന്ന് P ജയരാജൻ കുറ്റപ്പെടുത്തി. എന്നാൽ കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡ ചന്ദ്രശേഖരന് പങ്കുണ്ട എന്ന ചോദ്യത്തിന് പാലക്കാട് പറഞ്ഞത് ആവർത്തിക്കുന്നു എന്ന് മാത്രമായിരുന്നു P ജയരാജന്റെ പ്രതികരണം. റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ ഭാഗമാണെന്നായിരുന്നു പാലക്കാട്ടെ P ജയരാജന്റെ പ്രതികരണം. DGP നിയമനം വിശദീകരിക്കേണ്ടത് സർക്കാരാണ് എന്നുകൂടി അന്ന് ജയരാജൻ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ റവാഡയെ പിന്തുണച്ചപ്പോൾ P ജയരാജന്റെ നിലപാട് വ്യത്യസ്തമായി. മന്ത്രിസഭാ യോഗ തീരുമാനത്തെ എതിർത്തുവന്ന രീതിയിൽ മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണം നടത്തിയെന്ന് പറയുമ്പോഴും റവാഡ ചന്ദ്രശേഖരനെ പിന്തുണക്കാൻ P ജയരാജൻ ഇന്നും തയ്യാറായില്ല. ഞാൻ കൃത്യമായിട്ട് റവാഡ ചന്ദ്രശേഖരനെ നിശ്ചയിച്ചുകൊണ്ടുള്ള ആ മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ മന്ത്രിസഭാ തീരുമാനത്തെയോ CPM-മായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിചലനവും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട്ടെ മാധ്യമപ്രവർത്തകന്മാരുടെ ചോദ്യത്തിന് ഞാൻ എന്താണോ മറുപടി നൽകിയത് അതൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുമല്ലോ. അതിന് നല്ല പിന്തുണ കിട്ടിയിട്ട് DYFIയിലൊക്കെ ഭയങ്കര ആവേശം ഉണ്ടായിട്ടുണ്ട്. നല്ല കാര്യമല്ലേ, സന്തോഷമുള്ള കാര്യമല്ലേ. അതേസമയം പോലീസ് മേധാവി നിയമനത്തിൽ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ആശയക്കുഴപ്പമില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരാൾ സോഷ്യൽ മീഡിയയിൽ പലത് പിന്തുണയും കിട്ടും. പക്ഷേ P ജയരാജൻ പറഞ്ഞതും ഞാൻ പറഞ്ഞതും എല്ലാവരും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. ഇവിടെയോ അവ്യക്തത വന്നിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞോട്. ഏത് അവ്യക്തതയാണ് വന്നത് എന്ന് പറഞ്ഞാൽ കോടതി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ കയറി വല്ലാ രീതിയിലുള്ള വിവാദം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടാവും. PJ പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഒട്ടും കൺഫ്യൂഷനും ഇല്ല. ഇപ്പോഴാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. തീർന്നില്ലേ? സർക്കാർ നിലപാടിനെ നേതാക്കൾ പിന്തുണക്കുമ്പോഴും കാര്യങ്ങൾ പൂർണ്ണമായി അണികളെ ബോധ്യപ്പെടുത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. 24 കണ്ണൂർ. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും
അമേരിക്കയിലെ റോക്ക്ലൻഡിൽ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച യാക്കോബായ സുറിയാനി പള്ളിയുടെ കൂദാശ കർമ്മം നിർവഹിച്ചു. അമേരിക്കൻ അതിഭദ്രാസനാധിപൻ എൽദോ മാർ തീത്തോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ വിവേക് അലക്സ്, ഡീക്കൻ വർഗീസ് പരത്തുവയലിൽ, പള്ളി സെക്രട്ടറി സണ്ണി പൗലോസ് എന്നിവർ പ്രസംഗിച്ചു. തമിഴ്നാട് കാഞ്ചീപുരത്തിന് സമീപം കരിങ്കൽ ക്വാറിക്ക് സമീപത്തെ കുളത്തിൽ വീണ മലയാളിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം നിലമ്പൂർ സ്വദേശി അഷ്മിലാണ് മരിച്ചത്. 6 മാസമായി അഷ്മിൽ ചെന്നൈയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്. അവധി ദിവസമായതിനാൽ ഇന്നലെ വൈകിട്ട് 4:30 സുഹൃത്തുക്കൾക്കൊപ്പം കുന്നവാക്കത്ത് കുളിക്കാനെത്തി. ഇതിനിടയിലാണ് അപകടമുണ്ടായത്. ഒപ്പമുള്ളവർ പിടിച്ചുകയറ്റാൻ ശ്രമിച്ചെങ്കിലും അഷ്മിൽ മുങ്ങിപ്പോയി. അഷ്മിലിന് പാതി വരെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി നോക്കിയപ്പോൾ അവൻ പേടിച്ചു, ശരിക്കും ശ്വാസം കിട്ടാത്തൊരവസ്ഥ വന്നു. അങ്ങനെ അവൻ ആ ഒരു സ്പോട്ടിൽ മുങ്ങിപ്പോവായിരുന്നു. അപ്പോൾ മുങ്ങിപ്പോണതിന് മുമ്പ് ഇവിടെ നിന്ന് ഈ കരയിലുണ്ടായിരുന്ന നീന്തൽ അറിയാവുന്ന ഒരു അലൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ അവൻ കൈ പിടിച്ച് വലിച്ചു, കയറ്റാൻ ശ്രമിച്ചു, എന്നാലും കിട്ടിയില്ല. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചെങ്കിലും രക്ഷാപ്രവർത്തനം വൈകി. വൈകിട്ട് സ്കൂബ ഡൈവേഴ്സ് എത്തി നടത്തിയ തെരച്ചിൽ അഷ്മിന്റെ മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ മൃതദേഹം നാട്ടിലെത്തിക്കും. 24 ചെന്നൈ. തന്റെ മരണശേഷം മാത്രമായിരിക്കും പിൻഗാമിയെ പ്രഖ്യാപിക്കുകയെന്ന് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ. പുതിയ ദലൈലാമയെ അല്ലെങ്കിൽ പുതിയ ലാമയെ തങ്ങൾ പ്രഖ്യാപിക്കുമെന്ന ചൈനയുടെ പ്രതികരണം തള്ളുകയാണ് ദലൈലാമ. 15ാം ദലൈലാമയെ നിശ്ചയിക്കുക തന്റെ മരണശേഷം മാത്രം. പിൻഗാമിയെ നിശ്ചയിക്കാനുള്ള അവകാശം തന്റെ ഓഫീസായ ഗാർഡൻ ഫോർഡ്രാങ് ട്രസ്റ്റിനാണെന്നും ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ. മറ്റാർക്കും വിഷയത്തിൽ ഇടപെടാനാകില്ല. ലാമയെ നിശ്ചയിക്കാനുള്ള അവകാശം തങ്ങൾക്കാണെന്ന ചൈനയുടെ അവകാശവാദം തള്ളുന്നതാണ് ദലൈലാമയുടെ പ്രസ്താവന. സ്ഥാപനം ഭാവിയിലും തുടരും. ഈ വരുന്ന ജൂലൈ 6-ന് ദലൈലാമയ്ക്ക് 90 വയസ്സ് തികയുകയാണ്. പിൻഗാമിയെ ദലൈലാമ പ്രഖ്യാപിക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ലാമ തെരഞ്ഞെടുപ്പിൽ പിടിമുറുക്കാൻ ചൈന ശ്രമിക്കുന്നതിനിടെയാണ് ഇതു സംബന്ധിച്ച വ്യക്തമായ സന്ദേശം ദലൈലാമ നൽകിയത്. വർഷങ്ങൾക്ക് മുൻപ് ചൈനയുടെ ടിബറ്റ് അധിനിവേശത്തെ തുടർന്ന് ദലൈലാമയെ നാടുകടത്തുകയായിരുന്നു. ഇതാണ് പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിൽ അനിശ്ചിതത്വത്തിനിടയാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.